CMRL എക്സാലോജി കേസിൽ തുടരന്വേഷണമാവാമെന്ന ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവിന് പിന്നാലെ തുടർ നടപടികൾ വേഗത്തിലാക്കി ഇഡി ഡയറക്ടർ രാഹുൽ നവീൻ കൊച്ചി ഓഫീസിൽ നേരിട്ടെത്തി കേസ് അവലോകനം ചെയ്തു. മണിക്കൂറുകൾ നീണ്ട അവലോകനത്തിൽ ഹൈക്കോടതിയിലെ ചില അഭിഭാഷകരും പങ്കെടുത്തിട്ടുണ്ട്. ചെവിയണയെ വിളിപ്പിക്കുന്ന കാര്യത്തിൽ ഇഡി ഉടൻ തീരുമാനമെടുക്കും. CMRL എക്സാലോജി കേസിൽ അന്വേഷണം നേരിട്ട് വിലയിരുത്തുന്നതിനും തുടർ നടപടികൾ ആലോചിക്കാനുമാണ് ഇഡി ഡയറക്ടർ രാഹുൽ നവീൻ കൊച്ചിയിലെത്തി യോഗം വിളിച്ചത്. ഇഡിയുടെ ദക്ഷിണ മേഖലയിലെ ഉന്നതരെയും ഡയറക്ടർ യോഗത്തിലേക്ക് വിളിപ്പിച്ചു. കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥർ ആക്രമിക്കപ്പെട്ട പശ്ചാത്തലത്തിൽ യോഗത്തിന് പ്രാധാന്യം ഏറെയാണ്. വീണ വിജയൻ അടക്കമുള്ള പ്രതികളെ നോട്ടീസ് അയച്ച് വിളിപ്പിക്കുക, അറസ്റ്റ് പോലുള്ള നടപടികൾ, റെയ്ഡിന്റെ ഭാഗമായ ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ തുടർ നടപടികൾ എന്നിവയാണ് യോഗം ചർച്ച ചെയ്തത്. CMRL അപ്പീൽ തള്ളി അന്വേഷണത്തിലുള്ള തടസ്സങ്ങൾ നീങ്ങിയതോടെ കൊച്ചി ഓഫീസിലേക്ക് ഇഡി അഭിഭാഷകർ കൂട്ടത്തോടെ എത്തി. ഉന്നതതല യോഗത്തിനു പുറമെ തുടർ നടപടികളെക്കുറിച്ച് നിയമോപദേശകർ ഉൾപ്പെടെ യോഗവും നടന്നു. 2 മണിക്കൂർ നീണ്ട ചർച്ചകൾക്കൊടുവിൽ അഭിഭാഷക സംഘവും ഇഡി ഉദ്യോഗസ്ഥരും മടങ്ങുമ്പോൾ തുടർ നടപടികളിൽ അന്വേഷണ ഏജൻസിക്ക് വ്യക്തമായ തീരുമാനങ്ങളുണ്ടെന്ന് വ്യക്തം. എന്നാൽ അത് ഡൽഹിയിൽ കെജ്രിവാളിനും തെലങ്കാനയിൽ കെ കവിതയുടെയും അറസ്റ്റുകളിലേക്ക് നീങ്ങുന്നതിന് സമാനമോ എന്നറിയാൻ അല്പം കൂടി കാത്തിരിക്കണം. മീഡിയ 1 കൊച്ചി.